എല്ലാ തവണയും നാട്ടിൽ വരുന്നതിന് മുന്നേ ഓർക്കും അടുത്ത തവണയെങ്കിലും നേരത്തെ എല്ലാം പാക്ക് ചെയ്ത് തുടങ്ങണമെന്ന്. പക്ഷേ എങ്ങനെ എനിക്ക് ലാസ്റ്റ് മിനിറ്റേ ചെയ്യാൻ പറ്റുള്ളൂ. അത് അന്ന് രാവിലെ പെറുക്കി കൂട്ടിയില്ലെങ്കിൽ എനിക്ക് അങ്ങോട്ട് ശരിയാവില്ല. നേരത്തെ എങ്ങാനും പെറുക്കി വെച്ച് കഴിഞ്ഞാൽ അയ്യോ ഇത് വെച്ചോ അത് വെച്ചോ ആകെ മൊത്തം സംശയം, വീണ്ടും ഒന്നുകൂടെ തുറന്ന് നോക്കേണ്ട സിറ്റുവേഷനാണ്. അപ്പോൾ രണ്ടാമത് അങ്ങനെ കുത്തി തുറന്ന് നോക്കുന്നതിലും എളുപ്പം ഞാൻ നോക്കിയിട്ട് ലാസ്റ്റ് മിനിറ്റ് പാക്ക് ചെയ്യുന്നത് തന്നെയാണ്. അങ്ങനെ ചെക്കിനും ഇമിഗ്രേഷനും എല്ലാം കഴിഞ്ഞതാണ് നമ്മൾ ഫ്ലൈറ്റിനുള്ളിലേക്ക് കയറുകയാണ്. നട്ടുച്ചയ്ക്കായിരുന്നു കേട്ടോ ഫ്ലൈറ്റ്. പിന്നെ നല്ല സുന്ദരി ചേച്ചിയുടെ ഇൻസ്ട്രക്ഷൻ എല്ലാം നോക്കി കുറച്ച് നേരം ചേച്ചിയെ വായി നോക്കിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഫ്ലൈറ്റ് അങ്ങ് പൊങ്ങി. കുറച്ച് സമയം നമ്മൾ ലൂഡോ ഒക്കെ കളിച്ച് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഫുഡ് വന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഒന്നുറങ്ങാൻ ട്രൈ ചെയ്തു. എവിടെ നിന്ന് ഉറങ്ങാനൊന്നും പറ്റുന്നില്ല. പിന്നെ ജാൻ്റെ ബാഗിലിരുന്ന് ലില്ലിക്കുട്ടീനെയും പിങ്കിനെയൊക്കെ ഒന്ന് ആകാശമൊക്കെ കാണിച്ച് കുറച്ച് സമയം ഫോണിലൊക്കെ ഒന്ന് ഞോണ്ടി വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്തിരുന്നപ്പോഴത്തേക്കും പച്ച കണ്ടു തുടങ്ങി ഗൈസ്. ലാൻഡിങ് ടൈമിൽ ചെറിയൊരു മഴയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്തവണ ഞാൻ നേരെ പോകുന്നത് ഉമ്മയുടെ വീട്ടിലേക്കാണ് കേട്ടോ. അപ്പോൾ മാമയാണ് നമ്മളെ പിക്ക് ചെയ്യാൻ വന്നത്. അപ്പം നെക്സ്റ്റ് ഡേ ആണ് ഞാൻ വീട്ടിലേക്ക് പോവുക, കോട്ടയം. അപ്പോൾ വീട്ടിലാർക്കും അറിയില്ല ഞാൻ വരുന്നത്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ ലെങ്തി ആയിട്ട് അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.